വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എക്സാമിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒന്നുമല്ല, ഇന്നലത്തെ ഒരു എക്സാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വളരെ ടെൻഷനിലായിരിക്കും. ഇപ്പോഴും ആർക്കും ടെൻഷൻ മാറിയിട്ടുണ്ടാവില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അത്രയും ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എനിക്കും ഇന്നലെ തന്നെയായിരുന്നു എക്സാം. ശരിക്കും പറഞ്ഞാൽ ഒരു സിവിൽ സർവീസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയൊക്കെയാണ് തോന്നിയത്. പല ക്വസ്റ്റ്യൻസും ആ രീതിയിലായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 21 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ചോദിച്ചത്. അതുതന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് ടൈം വേണം. ശരിക്കും ഒരു 115 അവേഴ്സാണ് PSC എക്സാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സമയം വേണമെന്ന് തോന്നി പല ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും. ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയി എഴുതിയവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സാം എത്രത്തോളം ടഫ് ആവുന്നോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ഓഫ് കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ എഴുതിയ 10th ലെവൽ എക്സാം പോലെയല്ല. ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇതിനേക്കാളും ഇനിയും എളുപ്പമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുക. കാരണം അതിനേക്കാളും ഒക്കെ ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് വളരെ കുറച്ച് തന്നെ പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 30-നുള്ളിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരിക. ഒരു 35 മാർക്കിന് കൂടുതലായിട്ടൊന്നും കട്ട് ഓഫ് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ടൈം തന്നെ ഒരുപാട് നമുക്ക് വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിയാൻ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സമയത്തിനേക്കാളും കൂടുതൽ സമയം വേണമെന്ന് തന്നെ തോന്നി. പിന്നെ ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമാണ്. അതുകൊണ്ട് തന്നെ ചില ഏരിയാസിലായിരിക്കും അവിടെ കൂടുതലായിട്ട് മാർക്സ് ഉണ്ടാവുക. ചില ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. കാരണം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്റ്റ് നമ്മൾ ഒട്ടും വിട്ട് കളയാതെ നന്നായിട്ട് പഠിക്കണം. കാരണം അതിൽ നമുക്ക് സിലബസിൽ നിന്നും മാറ്റം വന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചു പോകണമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് വീഡിയോയിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലയാളമൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷും അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. മലയാളത്തിൽ പൊതുവെ കൂടുതലായിട്ട് സാഹിത്യത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മലയാളത്തിൽ ചോദിക്കേണ്ട സാഹിത്യം എന്നത് GKയിലേക്കൊന്ന് വഴിമാറിയ പോലെ തോന്നി. കാരണം GKയിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒരു മലയാളത്തിൽ വരേണ്ടതായിട്ടുള്ള, സാഹിത്യത്തിൽ വരേണ്ടതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. പിന്നെ മാത്സ് ആണെങ്കിലും നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സ് കുറവായിരുന്നു. എപ്പോഴും ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചു. ഒരുപാട് പേര് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ കറണ്ട് അഫയേഴ്സ് അധികം ക്വസ്റ്റ്യൻസ് കണ്ടില്ല. അതാണ് പറഞ്ഞത്, കറണ്ട് അഫയേഴ്സ് ഒക്കെ കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രക്ഷയില്ല. 10 മാർക്കും അങ്ങോട്ട് പോവുക ചെയ്യുക, 10ഉം അറിയാത്തതാണെങ്കിൽ. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ളവർക്ക് ആ ഏരിയ ഏകദേശം ഒരു നല്ല മാർക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ GK ഭാഗത്തു നിന്നും പല ക്വസ്റ്റ്യൻസും ഉദ്യോഗാർത്ഥികൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, വളരെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടൈം പോരാ എന്നൊരു അവസ്ഥ തന്നെയാണ് തോന്നിയത്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ എക്സാം എഴുതുന്ന സെൻറ്ററിൽ, നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ക്ലോക്ക് അനുവദിക്കണം എന്നുള്ള കാര്യം അത്രയും ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ പല കുട്ടികൾക്കും അവസാന നിമിഷം 5 മിനിറ്റ് ആയപ്പോൾ ഇനി 5 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും എഴുതിയിട്ട് പകുതി പോലും ആയിട്ടില്ല. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നത്. അപ്പോൾ നമുക്കൊന്ന് ടൈം നോക്കാനോ, ഇനി എത്ര സമയമുണ്ട്, എത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം, അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് നമുക്ക് എല്ലാവർക്കും എക്സാം ഹാളിൽ അനുവദിക്കണം എന്നുള്ളത് അത്രയും ഒരു ആവശ്യമായി തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കട്ട് ഓഫ്
ഉറപ്പിച്ച് തന്നെ പറയാം നമുക്ക് കുറവ് തന്നെയായിരിക്കും. കാരണം ആ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നവംബർ 13-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകരുത്. കൂടുതലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അത്രയും ആഴത്തിൽ തന്നെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഇനിയും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാം. PSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വരികയാണ്. അപ്പോൾ വളരെ നന്നായിട്ട് ഒരു ടോപ്പിക്ക് വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾ പോവുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിങ്ങൾ സിലബസ് വെച്ച് നന്നായിട്ട് പഠിച്ച് ഉറപ്പിക്കുക. അതിൽ വരുന്ന മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതിനുശേഷം മാത്രമേ നിങ്ങൾ GK പോകേണ്ട ആവശ്യമുള്ളൂ. ഈ എക്സാം എഴുതിയപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ റാങ്ക് ഫയലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല എന്ന്. ശരിയാണ്, വളരെ വിശദമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, കേരളം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോയിട്ടും ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. അതിനോടൊപ്പം ഇംഗ്ലീഷും മലയാളവും മാത്സും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കിയതിന് ശേഷം ഇനി എക്സാം എഴുതുന്നവർ പോവുക. നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന രീതിയിൽ വീഡിയോസൊന്നും കാണാതിരിക്കുക. കാരണം ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അടുത്ത എക്സാമും ടഫാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് എന്തായാലും വളരെ കുറച്ച് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ മെയിൻ എക്സാമിന് തയ്യാറെടുക്കാൻ പറ്റുമെന്ന് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മാർക്ക് ഉണ്ട് എന്നുള്ളവർ, ഒരു 35 എബോവ് ഉള്ളവർ അല്ലെങ്കിൽ 30 എബോവ് ഉള്ളവർ തന്നെ നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാം. ഇനി നിങ്ങൾ റിസൾട്ട് അറിഞ്ഞിട്ട് ഇനി മെയിൻ എക്സാമിൻ്റെ സിലബസും വന്നിട്ടേ പഠിക്കൂ എന്നൊന്നും വിചാരിക്കേണ്ട. പഠനം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലേക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം എഴുതുമ്പോൾ മനസ്സിലായി കാണും, നമുക്ക് അവിടെ ഒരു പഠനത്തിലൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ തന്നെ പഠിച്ചെടുക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് ആരും നിർത്തി വെക്കേണ്ട. PSC മടുത്തു ഇനി വേണ്ട എന്ന രീതിയിൽ പുസ്തകം അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഇനിയും ഡിഗ്രി ലെവൽ എക്സാമും അതുപോലെ തന്നെ ഇനിയും 10th ലെവലും +2 ലെവൽ പ്രിലിംസൊക്കെ ഇനിയും വരും. അതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. എല്ലാവരും ഡള്ളായിരിക്കാതെ നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് കൂടുതൽ മോട്ടിവേഷനും അതുപോലെ ക്ലാസ്സും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.